സ്വാദിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ വ്യത്യസ്തമായ, വളരെ ടേസ്റ്റിയും ഹെൽത്തിയും എന്നാൽ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതുമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയായ ഹാഷ് ബ്രൗൺസ് ആണ് ഉണ്ടാക്കുന്നത്. ഇതിനായി നമുക്ക് ഒരു സ്പൂൺ ഗോതമ്പ് പൊടി, ഒരു മീഡിയം ഉരുളക്കിഴങ്ങ്, 3 മുതൽ 4 വരെ വെളുത്തുള്ളി അല്ലി, ഒരു പച്ചമുളക് ഓപ്ഷണലാണ്, ഒരു കോഴിമുട്ട, കുറച്ച് മല്ലിയില, 2 ടേബിൾ സ്പൂൺ മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തത്, 2 ചെറിയ സവാള, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാമാണ് ഇതിനായി ആവശ്യമായിട്ടുള്ളത്. ആദ്യമായി ഉരുളക്കിഴങ്ങ് ഒരു ഗ്രേറ്റർ ഉപയോഗിച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഗ്രേറ്റ് ചെയ്തെടുത്ത ഉരുളക്കിഴങ്ങ് തണുത്ത വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെക്കണം. ഒരു 10 മിനിറ്റിന് ശേഷം ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തത് വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞെടുത്ത് വെള്ളം വാലാൻ ഒരു അരിപ്പയിലിട്ട് വെക്കണം. വെള്ളമെല്ലാം ഊറിപ്പോയതിനു ശേഷം ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തത് ഒരു ബൗളിലേക്ക് എടുക്കണം. ഇനി ഇതിലേക്ക് സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും മല്ലിയിലയും വളരെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചതും ഈ ബൗളിലോട്ട് ഇടണം. ഇനി 2 ടേബിൾ സ്പൂൺ ഗ്രേറ്റ് ചെയ്ത മൊസറല്ല ചീസും ഒരു കോഴിമുട്ടയും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഒത്തിരി തിക്ക് കൺസിസ്റ്റൻസി ആവരുത്. വീഡിയോയിൽ കാണിച്ച പാകത്തിനായിരിക്കണം മിക്സ് ചെയ്യേണ്ടത്. ഒത്തിരി തിക്ക് കൺസിസ്റ്റൻസി ആയാൽ ക്രിസ്പിയായ ഹാഷ് ബ്രൗൺസ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ച് ഓരോ സ്പൂൺ ബാറ്റർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പാനിൽ പരത്തുക. സ്റ്റവ് ലോ ഫ്ലെയിമിലായിരിക്കാൻ ശ്രദ്ധിക്കണം. ഒരു 5 മിനിറ്റിന് ശേഷം തിരിച്ചിട്ട് നല്ലതുപോലെ മുരിഞ്ഞു വരുന്നതുവരെ മറുഭാഗവും കൂടി ഫ്രൈ ചെയ്ത് എടുക്കുക. കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ പച്ചമുളക് ഇടാതെ പെപ്പർ പൗഡർ മാത്രം ചേർത്ത് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. ഇനി ബാക്കിയുള്ള ബാറ്ററിൽ ഒരു പച്ചമുളകും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് ഉണ്ടാക്കിയാൽ മുതിർന്നവർക്കും വളരെ ഇഷ്ടപ്പെടും ഈ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കണം. താങ്ക്